എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കാർത്തിക്കുട്ടിക്ക് ചുമയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ചാരുമുട്ടിലുള്ള പരമല ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതെൻ്റെ സ്കൂളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പഠിച്ച 5 തൊട്ട് +2 വരെ പഠിച്ച നമ്മുടെ VVHS ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഇറങ്ങി, എന്താ പറയുക, ഹോസ്പിറ്റലിൽ എത്താറായി കേട്ടോ. അപ്പം കുറച്ച് വീഡിയോസൊക്കെ കാർത്തിക്കുട്ടി എടുക്കുകയാണ് ഓട്ടോയ്ക്കകത്ത് കയറിയപ്പം. ഇത് ചാരുമുട്ടിലോട്ട് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. നമ്മളെപ്പോഴും പുറത്ത് പോകുമ്പം അല്ലെങ്കിൽ എപ്പോഴും ഫുഡ് കഴിക്കുക അങ്ങനൊരു രീതിയില്ല കേട്ടോ. നമ്മൾ വല്ലപ്പോഴാണ് നമുക്ക് വയ്യാതെ വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് മേടിച്ച് കഴിക്കുന്നത്. അല്ലാതെ പുറത്തുനിന്ന് അനാവശ്യമായിട്ടൊരു ഫുഡും നമ്മൾ കഴിക്കാറില്ല. ഇത് പരുമല ഹോസ്പിറ്റലാണ് കേട്ടോ. നമുക്കവിടെ എത്തിയിട്ട് എന്താ പറയുക, ചെറിയ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ ഒരു അനുവാദം ഇല്ലാതെ നമ്മളങ്ങനെ വീഡിയോ പിടിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ വന്നു കേട്ടോ. അവിടെ തന്നെ പരുമലയുടെ തന്നെ ഫാർമസിയാണിത്. എല്ലാ മരുന്നുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ബേക്കറിയിൽ വന്നു. അവിടുന്ന് കാർത്തിക്കുട്ടിക്കൊരു ചെറിയൊരു ഷവർമ്മ പോലെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അല്ലാതെ വേറെ ഒന്നും വാങ്ങിച്ചില്ല. കാരണം അങ്ങനെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ തീരട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ ഫുഡൊന്നും പുറത്തുനിന്ന് വാങ്ങി കഴിക്കത്തില്ല. അതുകൊണ്ട് ഇതൊരു പ്ലം കേക്കാണ് കേട്ടോ. ഇതിൻ്റെ വില കിട്ടാൻ നമ്മൾ ഞെട്ടു. 1400 സംതിങ് എങ്ങാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ വെച്ച് കേട്ടോ. അപ്പോൾ അതാ പലതരം പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ട് ബേക്കറിയിൽ. പക്ഷേ അതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ വാങ്ങാറുള്ളൂ. അപ്പം ഒരു റോള് കാർത്തിക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞു, അത് വാങ്ങിക്കൊടുത്തു കേട്ടോ. അല്ലാതെ വലിയ പരിഷ്കാരത്തിലുള്ള ഒരു സാധനവും ഞാനങ്ങനെ കാർത്തിക്കുട്ടിക്ക് വാങ്ങിച്ച് കൊടുക്കാറില്ല. പക്ഷേ എല്ലാം കഴിക്കണമല്ലോ, എന്നാലും നമ്മൾ കഴിച്ചെന്നായിരിക്കും ധരിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ കടയിൽ പോയി, ചോയ്സിലാണ് പോയത്. അവിടുന്ന് കുറച്ച് സാധനം എടുത്തു കേട്ടോ. ഒരുപാടൊന്നും എടുത്തില്ല. അമ്മമ്മയ്ക്ക് അരി എടുത്തു. പിന്നെന്താ പറയുക, പിന്നെ കുറച്ച് എന്താ പറയുക, ചിക്കൻ നഗറ്റ്സിൻ്റെ ഒരു പാക്കറ്റും എടുത്ത്. അങ്ങനെ പിന്നെ എന്തോ ഒരു കോൺഫ്ലെക്സും അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സപ്താഹ യജ്ഞത്തിൻ്റെ അവസാന ഘോഷയാത്രയാണ് ഈ വരുന്നത് കേട്ടോ, അമ്പലത്തിൽ. അപ്പം ശരിക്കും ഇപ്രാവശ്യം അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും താലപ്പൊലി എടുക്കാൻ ഞാൻ ഫസ്റ്റായിട്ട് ഉള്ളതായിരുന്നു. അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്യാനും വേണ്ടി ഞാൻ പോകും കേട്ടോ. അപ്പം അങ്ങനെ ഭഗവാന്റെ വരവ് ഘോഷയാത്രയാണ് ഈ വരുന്നത്. അപ്പം ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് കാണുമെങ്കിലും ഇപ്രാവശ്യം ചെയ്തല്ലോ എന്നോർത്ത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. ദൈവം അടുത്ത പ്രാവശ്യം ഇതുപോലെ എപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.